ഹായ്. അപ്പോൾ ഇന്ന് ന്യൂ ഇയറിൻ്റെ അന്ന് രാത്രി ഇപ്പോൾ 11:30 ഞാൻ ഈ ഒരു ജിഗ് അങ്ങ് ക്യാൻസൽ ചെയ്തു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൊമാറ്റോ ഇപ്പോൾ വളരെ അതായത് ഒരു പരിതാപകരമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവന്മാർ നല്ല ഏണിങ്സ് തരുന്നു, ഡെയിലി 3000 രൂപ ഉണ്ടാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിറക്കിയിട്ട് രാവിലെ 6 മണി തൊട്ട് നിന്നാൽ പോലും ഇപ്പം രാത്രി 12 മണിക്ക് 3000 രൂപ അടിക്കാത്തൊരു സിറ്റുവേഷനാണ് ഇപ്പം നിൽക്കുന്നത്. ഞാനതുകൊണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാനൊരിക്കലും ഇനി 11 മണിക്ക് ശേഷം സൊമാറ്റോ ഓടത്തില്ല. അതിപ്പോൾ എത്ര പേയ്മെൻറ്റ് അവന്മാർ തരാമെന്ന് പറഞ്ഞാലും ഞാൻ ഓടത്തില്ല. അതങ്ങ് ഞാൻ നിർത്തി. അപ്പോൾ ഇന്നിനി മറ്റൊരു പുതിയ ചലഞ്ചും കൂടെ എടുക്കുവാണ്. ഇനി സൊമാറ്റോ എക്സ്ക്ലൂസീവായിട്ട് ഏണിങ്സ് പ്രഖ്യാപിക്കുന്ന ദിവസങ്ങൾ, ഫെസ്റ്റിവൽ ദിവസങ്ങൾ ഞാൻ ഡിന്നറോ ലഞ്ചോ മാത്രമേ ഓടുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ സ്വിഗ്ഗി ഓടും. ഞാനത് ഒഫീഷ്യലി ഞാൻ പറഞ്ഞിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഡെയിലി അവന്മാർ ഒരു കാരണം ഇല്ലാതെ ഒരു ഓർഡർ ഡിലേ അടിച്ച് തരുവാണ്. ഡെയിലി ഒരു ഓർഡർ എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് കഴിഞ്ഞ ആഴ്ച എനിക്ക് 3 ഓർഡർ ഡിലേ അടിച്ച് തന്നു. അതിൽ 2 എണ്ണം ടിക്കറ്റ് റേസ് ചെയ്തപ്പോൾ അവരെനിക്ക് ഓക്കെ ആക്കി തന്നു, ഒരെണ്ണം മാറ്റി. അങ്ങനെ ഞാൻ സൂപ്പറിൽ, അതായത് ഇവരുടെ ഏറ്റവും ടോപ്പ് റാങ്കിൽ നിന്ന് ഞാൻ ഈ ആഴ്ച ഡയമണ്ടായി. ഇന്നിപ്പോൾ ഒരു കാരണവും ഇല്ലാതെ ഒരു ഓർഡർ എനിക്ക് ഇത് അടിച്ച് തന്നു, ഡിലേ അടിച്ച് തന്നു. ഞാൻ ഒരു ഇതും ചെയ്തിട്ടില്ല. ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമായിരുന്നു പാപ്പനംകോട്. ഓർഡർ കിട്ടി, നോർമലി പിക്ക് ചെയ്തു. റെസ്റ്റോറൻറ്റിൽ എത്താനായിട്ട് എനിക്കെടുത്ത സമയം 5 മിനിറ്റ്. 5 മിനിറ്റ് കൊണ്ട് ഞാൻ റെസ്റ്റോറൻറ്റിലെത്തി. അതെനിക്ക് ഡിലേ ആണെന്ന്. 5 മിനിറ്റ് കൊണ്ട് റെസ്റ്റോറൻറ്റിലെത്തിയ ഓർഡർ ഡിലേ ആണെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ പറക്കുമോ 1 മിനിറ്റ് കൊണ്ട്? കാണിക്കണ തെണ്ടിത്തനത്തിന് പരിധിയില്ല. ഞാൻ അടുത്ത ആഴ്ച സിൽവർ, എൻ്റെ ഡയമണ്ട് റാങ്കും എനിക്ക് പോവുകയാണ്. ഞാൻ സിൽവറിലോട്ട് പോവുകയാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു, ഇങ്ങനെ ഫെസ്റ്റിവൽ ദിവസം ഇവന്മാർ ഇൻസെൻറ്റീവ് തരാതിരിക്കാൻ വേണ്ടി കാണിക്കുന്നതാണ്. കാരണം ഒരു ഓർഡർ അങ്ങ് ഡിലേ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇൻസെൻറ്റീവ് തരണ്ട. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഓർഡർ അടിക്കണം സ്ലോ ആവും. അതുവരെ കറക്റ്റായിട്ട് കണക്ട് ചെയ്ത് അടിച്ചുകൊണ്ടിരുന്ന ഓർഡർ എല്ലാം സ്ലോ ആയിട്ട് ഇവന്മാർ ഇൻസെൻറ്റീവ് തേക്കുകയാണ്. കാരണം സിൽവറിലോട്ട് ഞാൻ പോവല്ലേ. കാരണം ഇതൊന്നും ഞാൻ എൻ്റെ കറക്റ്റ് ഇതൊന്നും ഞാനായിട്ട് ചെയ്യുന്നതല്ല. ഇപ്പം ഞാൻ ചെയ്താണെങ്കിൽ ശരി, ഞാനിപ്പോൾ ഒരു ഡ്രിങ്ക്സ് കുടിക്കാനോ ഒരു ഫുഡ് കഴിക്കാനോ ചായ കുടിക്കാനോ ഒരു 10-15 മിനിറ്റ് ഡിലേ ആക്കിയെങ്കിൽ നീയൊക്കെ ഡിലേ അടി. ഇത് ഫുൾ ടൈം റോട്ടിൽ ഒരു ഓർഡർ കിട്ടിയാൽ ഒരു 5 മിനിറ്റ് പോലും ബ്രേക്ക് എടുക്കാതെ കറക്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന എനിക്ക് എന്ത് തേങ്ങയ്ക്കാണ് നിങ്ങൾക്ക് ഈ ഡിലേ അടിച്ച് തരുന്നത്? കസ്റ്റമർ കെയറുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റേ കുഞ്ഞമ്മ വന്നിട്ട് ഉണ്ടാക്കുവാണ്, താങ്കൾ പാസ്റ്റ് വർക്ക് എക്സ്പീരിയൻസ് കൊണ്ട് താങ്കൾക്ക് മാറ്റി തരാൻ പറ്റൂലെന്ന്. ഇനി നോക്കട്ടെ, പറ്റുമെങ്കിൽ ആ ഫ്ലീറ്റ് കോച്ചിനെ ഒന്ന് വിളിച്ചിട്ട് പറയട്ടെ. കാരണം നിരത്തി ഫോൺ വിളിയാണ്. ന്യൂ ഇയറിന് അങ്ങ് വലിയ ഉണ്ടാക്കി തരാം, ക്രിസ്മസിന് അങ്ങ് വലിയ പഴം വിഴുങ്ങി തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തേങ്ങ നടക്കാൻ പോകണില്ല. രാവിലെ 9 മണിക്ക് ഇറങ്ങിയതാണ്. ഓർഡർ പേയും ഇല്ല, എന്നാൽ ഇൻസെൻറ്റീവ് അടിക്കാൻ പറ്റിയില്ല. ഇപ്പോഴാണ് ഇൻസെൻറ്റീവ് അടിച്ചത്. ഓർഡർ പേ എന്ന് പറഞ്ഞാൽ 700 രൂപ തന്നു. രാവിലെ 9 മണി മുതൽ രാത്രി 12 മണി വരെ നിന്നിട്ട് 750-80 രൂപ തന്നു എനിക്ക്. പ്ലസ് ഇൻസെൻറ്റീവ് 600 രൂപ. അങ്ങനെ ഒരു 1400 രൂപ തന്നു. താങ്ക് യു. സാധാരണ ഈ സമയം കൊണ്ട് 2000-2100 രൂപ അടിക്കണതാണ്. ഇപ്പം ഈ സമയം കൊണ്ട് അതും കുറച്ച് തന്നു. അപ്പോൾ നന്ദി, നമസ്കാരം. അപ്പോൾ ഞാൻ സ്വിഗ്ഗി ഞാൻ പണ്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നെ ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, സ്വിഗ്ഗിയിലോട്ട് പാ. കൂടാതെ പോർട്ടറും വിളിക്കുകയാണ്, ഡിയർ പോർട്ടർ ഡെലിവറി പാർട്ട്ണർ, നിങ്ങൾക്ക് വലിയ ഇൻസെൻറ്റീവ് ഉണ്ട്. പിന്നെ അതൊക്കെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കണം, എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സൊമാറ്റോ മാത്രം നമുക്ക് ഓടിക്കാൻ ശരിയാവില്ല. ഞാൻ ഇടയ്ക്ക് സ്വിഗ്ഗിയും പോർട്ടറും എല്ലാം നമുക്ക് പരീക്ഷിക്കാം. അല്ല ശരിയാവില്ല. കാരണം സൊമാറ്റോയെ മാത്രം വിശ്വസിച്ചിരുന്നിട്ട് ഈ പറഞ്ഞ തന്തയില്ലാത്ത പരിപാടിയാണ് അവന്മാരിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഒരു കുഴപ്പവുമില്ല. ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നിങ്ങൾ തന്നോ, അതായത് നിങ്ങൾ ഇൻസെൻറ്റീവ് അടിച്ച് കളഞ്ഞോ അല്ലെങ്കിൽ റാങ്ക് താത്തി കളഞ്ഞോ. ഇത് ഒരു തെറ്റും ചെയ്യാതെ ഡെയിലി ഓരോ ഓർഡർ ഡിലേ. നല്ലൊരു ഡെലിവറി ബോയെ എങ്ങനെ ഒരു സൈക്കോ ആക്കാമെന്ന് ഇപ്പോൾ സൊമാറ്റോയുടെ പുതിയ അപ്ഡേറ്റ് നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. അതായത് ഒരു പുതിയൊരു ബിഗിനറാണ് നിങ്ങൾ ഓടുന്നതെങ്കിൽ നിങ്ങളൊരു 2 വർഷം അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങളൊരു സൈക്കോ ആയിക്കോളും. അതിനുള്ള എല്ലാ പരിപാടികളും നമ്മളെ സൊമാറ്റോ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ വളരെ നന്ദിയുണ്ട് സൊമാറ്റോ. ഞാൻ ഒരു ദിവസം നിങ്ങളെക്കുറിച്ച് നല്ലത് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസം എനിക്ക് ഇങ്ങനെ ഒരു പണി തന്നതിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇനി 27 ഓർഡർ എടുക്കണം ഫുൾ അടിക്കണമെങ്കിൽ. അത് ഫുൾ അടിച്ചത് വളരെ കുറച്ച് പേര് മാത്രം. ബാക്കിയുള്ള എല്ലാ ആൾക്കാർക്കും ഇത് തന്നെ അവസ്ഥ. വൈകുന്നേരം ഒരു 3-4-5 പേരെ ഞാൻ വിളിച്ച് ചോദിച്ചു എത്ര ആയെന്ന്. അപ്പോൾ വൈകുന്നേരം ഒരു 7-8 മണിയായപ്പോൾ അവരെല്ലാവരും 15 ഓർഡർ ആയതേ ഉള്ളൂ. വൈകിട്ട് 8 മണിക്ക്. ഈ രാവിലെ 9 മണിക്ക് ഇറങ്ങുന്ന ആൾക്കാരാണ്.
അവസ്ഥ ആലോചിച്ച് നോക്കണം. ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോയിൽ തന്നെ കിടന്നുറങ്ങേണ്ട അവസ്ഥയാണ്. എന്ന് വെച്ചാൽ ഉറക്കമില്ല, സൊമാറ്റോയിൽ തന്നെ നമ്മൾ ഓണാക്കി ഇരിക്കേണ്ട അവസ്ഥയാണ്. രാവിലെ 6 മണിക്ക് ഓണാക്കിയാലും 9 മണിക്ക് ഓണാക്കിയാലും ഇതൊക്കെ തന്നെ അവസ്ഥ. അപ്പോൾ ഒരു കാര്യം കൂടെ പഠിച്ചു, ഫെസ്റ്റിവൽ ദിവസം ഇനി ഡിന്നർ അല്ലെങ്കിൽ ലഞ്ച് അത് മാത്രം ഇറങ്ങുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വിഗ്ഗി വല്ലതും ഇറങ്ങുക. കാരണം സ്വിഗ്ഗിയിൽ നമുക്ക് പെർ ഓർഡർ 50 രൂപ, 35 രൂപ, 40 രൂപ അങ്ങനെ എക്സ്ട്രാ ചാർജ് ഉണ്ട്. അത് മാത്രം ഇറങ്ങി കുറച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ളൊരു എമൗണ്ട് എടുത്തിട്ട് പോവുക. സൊമാറ്റോയിൽ എല്ലാം കൂടെ അടിച്ച് നിൽക്കുമ്പോഴത്തേക്ക് രാത്രി 12 മണിയാവും. അപ്പോൾ ഇതുവരെ ഉള്ള പരിപാടിയല്ല, ഇനി 10 മണി വരെ ഉള്ള ഓർഡർ മതി. അതിനപ്പുറം ഒന്നും ഞാൻ നിൽക്കില്ല. കാരണം നേരത്തെ ആണെങ്കിൽ ഞാൻ 2 മണി വരെ നിന്ന് ഞാൻ ഫുൾ അടിച്ച് എല്ലാം എടുത്തിട്ടേ പോവുള്ളൂ. പക്ഷേ ഇനി വേണ്ട, കാരണം ഇവന്മാർ കാണിക്കണ ഈ ചെറ്റത്തരത്തിന് പരിധിയുണ്ട്. കാരണം കുറേ നാളുകൊണ്ട് സഹിക്കുവാണ്. അപ്പോൾ ഇനി ഞാൻ വേണമെങ്കിൽ ഒരു സീരീസ് ചെയ്യാം. അതായത് ഈ പറയുന്ന ന്യൂ ഇയറിനും ക്രിസ്മസിനുമൊക്കെ ഇവന്മാർ പറഞ്ഞ ഇൻകം കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് എൻ്റെ കൂടെ ഓടുന്ന എത്ര സൊമാറ്റോയിലുള്ള ചേട്ടന്മാർ ഓടിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ ഞാൻ അവരോട് പോയിട്ടൊരു സർവേ ചോദിച്ചിട്ട് ഞാൻ ചാനലിൽ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവന്മാർ ഈ പറയുന്ന തള്ളും യാഥാർത്ഥ്യവും തമ്മിൽ. ഇതിനിപ്പോൾ നാളെ ഇവന്മാരൊരു പോസ്റ്റർ അടിച്ചിറക്കും, ഏതെങ്കിലും ബംഗാളിയുടെ ഒരു പടവും വെച്ചിട്ട് അവൻ ഇന്ന് ഒരു ദിവസം ഓടി 5000 രൂപ ഉണ്ടാക്കിയെന്ന്. അത് അവിടെ ചെന്ന് ചോദിച്ചാൽ അവന്മാർ തെറി വിളിക്കും. അതാണ് അതിനേക്കാളും കോമഡി. പറഞ്ഞിട്ട് കാര്യമില്ല. കോർപ്പറേറ്റാണ്, പല തോന്നിവാസമൊക്കെ കാണിക്കും. പിന്നെ ഫ്രീലാൻസായിട്ട് ഓടുന്നതല്ലേ, എപ്പോഴും നെഗറ്റീവ് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇന്നത്തോടെ നെഗറ്റീവൊക്കെ പറഞ്ഞ് നിർത്തി. പിന്നെ നമ്മുടെ 10 ലക്ഷത്തിൻ്റെ ചലഞ്ച് അത് ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് മാക്സിമം ഓടാം. എന്തായാലും ഇപ്പം അത് എത്രയാണെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്, കണക്ക് കൂട്ടിയിട്ടില്ല. കണക്ക് നോക്കിയിട്ട് അത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. എനിവേ എന്തായാലും പോസിറ്റീവാണ്. ഒരു ദിവസം 1000, 1500 രൂപയ്ക്കകത്ത് ഞാൻ ഫുൾ ടൈം നിന്നങ്ങ്, അതായത് നോർമലി ഒരു 8-9 മണിക്കൂർ ചെയ്യേണ്ട ജോലി ഇപ്പോൾ 10, 12, 13, 14 മണിക്കൂറൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിവേ, അപ്പോൾ വീട്ടിൽ കയറാൻ സമയമായി, രാത്രി 12 ആയി. ഇനി നിൽക്കാൻ വയ്യ. അപ്പോൾ ടാറ്റ, നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ടാണ് വരെ. ബൈ ബൈ.